ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആയിരക്കണക്കിന് രൂപകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. വെറും 10 രൂപ ഉണ്ടെങ്കിൽ, ഒരു ചായയുടെ പൈസയെക്കാളും ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ, വെറും 10 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പലപ്പോഴും ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനോട് വിമുഖത കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, നിക്ഷേപിക്കണമെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ, എന്റെ ഇപ്പോഴത്തെ സാലറി വെച്ച് എനിക്ക് നിക്ഷേപം നടത്താനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ധാരാളം തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിലുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, അതായത് 10 രൂപ വെച്ച്, വെറും 10 രൂപ പോലെയുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ആർക്കും ഇത് ചെയ്യാം. അങ്ങനെ മെല്ലെ മെല്ലെ സ്ലോലി ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് വലിയൊരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ്, ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് പിഗ്ഗി ബാങ്കിനകത്ത് പൈസ ഇട്ട് കുറേ ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിയുന്ന സമയത്ത് അത് തുറന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമായിരുന്നു. അതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണിത്. സോ വാട്ട് ഈസ് ദിസ് ഓപ്ഷൻ, ഹൗ ഡസ് ഇറ്റ് വർക്ക്, വെറും 10 രൂപയുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. സോ തുടക്കക്കാർക്ക്, അതായത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹമുള്ള, അതിനോട് പേടിയുള്ള ആളുകൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് യാതൊരു തരത്തിലുള്ള ടെൻഷനും പഠിക്കാതെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പിഗ്ഗി ബാങ്കിനെ പറ്റി പറയുന്ന സമയത്ത്, നമ്മൾ പണ്ട് 5 രൂപയോ 10 രൂപയോ 50 രൂപയൊക്കെ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ തരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പിഗ്ഗി ബാങ്കിനകത്ത് നിക്ഷേപിക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ റിട്ടേണിനെ കുറിച്ചോ പ്രോഫിറ്റിനെ കുറിച്ചോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരുന്നില്ല നമ്മൾ പിഗ്ഗി ബാങ്കിനകത്ത് പൈസ ഇട്ടുകൊണ്ടിരുന്നത്. അതൊരു വേ ഓഫ് സേവിങ്സ് അല്ലെങ്കിൽ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രഷറും ആ ഒരു കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രായത്തിൽ നല്ലത് അല്ലെങ്കിൽ മികച്ചത് എന്ന് തോന്നിക്കുന്ന ഒരു കോർപ്പസ് നമുക്ക് കുറെ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു കാര്യം മാറി. നമ്മൾ ധാരാളം ടേമുകൾ, അതായത് മ്യൂച്വൽ ഫണ്ട്, SIP, കോമ്പൗണ്ടിങ്, സ്റ്റോക്ക് മാർക്കറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റിംഗ്, അങ്ങനെ ധാരാളം ഫിനാൻഷ്യൽ ടേംസ് നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ധാരാളം കേൾക്കുമായിരുന്നു. സോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ പലർക്കും ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എവിടെ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച ഒന്ന്. സോ ഇൻവെസ്റ്റിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വലിയ റിസ്ക് ഇല്ലാതെ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ചെറിയ എമൗണ്ട് വെച്ച് നിക്ഷേപം തുടങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിന്റെ ഉയർച്ചയും താഴ്ചയും ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ല. സോ സ്ലോലി സംഭവിക്കുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാകുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ അത് മാറ്റിമറിക്കുന്നു. സോ ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സെറോദ എന്ന് പറയുന്ന കമ്പനി അവരുടെ കോയിൻ ആപ്പിലൂടെ മൈക്രോ സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പർപ്പസ് വളരെ സിമ്പിൾ ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വെറും 10 രൂപ വെച്ച് നിക്ഷേപം തുടങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് സെറോദ കോയിൻ ആപ്പിലൂടെ സാധ്യമാവുന്നത്. അതെ, വെറും 10 രൂപ. പക്ഷെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് റിച്ച് ആവാനുള്ള ഒരു ഷോർട്ട് കട്ടോ കാര്യമോ ഒന്നുമല്ല ഇത്. ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്, തുടക്കക്കാർക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനോട് വിമുഖത ഉള്ള ആളുകൾക്കും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടുതൽ ലഘൂകരിച്ചുകൊണ്ട് അവർക്ക് അതിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് സെറോദ അവരുടെ കോയിൻ ആപ്പിലൂടെ ഈ മൈക്രോ സേവിങ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ഗുണം എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ വലിയ എമൗണ്ട് വെച്ച് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയോ കാര്യമോ ഒന്നുമല്ല, അവർക്കും ചെയ്യാൻ പറ്റുന്നു എന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ, കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളുമൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. സോ ഇങ്ങനെയാണ് ലോങ് ടേം വെൽത്ത് ബിൽഡിംഗ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ കോയിൻ ആപ്പിലൂടെ എങ്ങനെയാണ് മൈക്രോ സേവിങ്സ് തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സെറോദ നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ടിൽ മാത്രമേ ഇപ്പോൾ മൈക്രോ സേവിങ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു UPI ഓട്ടോപേ മാൻഡേറ്റ്, നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു UPI ഓട്ടോപേ മാൻഡേറ്റ് ഉണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ഫോണിൽ കോയിൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതിനകത്തുള്ള മൈക്രോ സേവിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കി അത് ചൂസ് ചെയ്യുക. അതിനുശേഷം
ക്രിയേറ്റ് മൈക്രോ SIP എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു UPI മാൻഡേറ്റ് തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ പുതുതായിട്ട് ഒന്ന് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എത്രയാണോ, അതായത് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പൈസയാണ് ഇതിലേക്ക് ഈ ഒരു SIP-യിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത്, ആ എമൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ തുക 10 രൂപയാണ്. അതിനുശേഷം ക്രിയേറ്റ് മൈക്രോ SIP എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൺഫേം അമർത്തുക. ദാറ്റ്സ് ഇറ്റ്, നിങ്ങളുടെ മൈക്രോ SIP സെറ്റ് ആയിരിക്കും. സോ ഈ ഒരു മൈക്രോ SIP സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്? ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് 2 വർക്കിംഗ് ഡേയ്സിന് ശേഷമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ തിങ്കളാഴ്ചയാണ് മൈക്രോ SIP തുടങ്ങുന്നതെങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും പണം ഡിഡക്റ്റ് ആവുന്നത്, ബുധനാഴ്ചയായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്ഡ് ആവുന്നത്. T+2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ SIP എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് കൂട്ടണമോ കുറക്കണമോ എന്ന ഓപ്ഷൻ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എമൗണ്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ നിർത്തണം എന്ന് തോന്നുകയാണെങ്കിൽ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണം, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇനി കണ്ടിന്യൂ ചെയ്തോളാം, അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പെനാൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ടോട്ടലി ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയുന്ന ഓപ്ഷൻ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ വർഷവും നിങ്ങളുടെ വരുമാനം കൂടുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും ചെറുതായിട്ട് കൂട്ടി വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യത്തെ വർഷം ഒരു ദിവസം 10 രൂപ എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷം ആ 10 ഉള്ളത് 20 30 ആക്കി മാറ്റുക, മൂന്നാമത്തെ വർഷം അത് 50 60 70 ആക്കി മാറ്റുക. ഇത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ റിട്ടേണിനെ അത് സഹായിക്കും, അല്ലെങ്കിൽ വലിയൊരു റിട്ടേൺ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് മുമ്പത്തെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് വെച്ചുകൊണ്ട് റിസ്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. വെറും 10 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി ആരംഭിക്കാം. യാതൊരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് പിഗ്ഗി ബാങ്കിൽ എങ്ങനെയാണോ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്, അത്രയും ലാഘവത്തോടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഈ 10 രൂപ വെച്ച് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റിച്ച് ആവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം അത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ ഹാബിറ്റ് വർദ്ധിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇത്തരത്തിലുള്ള മൈക്രോ SIP-കൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ശീലം വർദ്ധിപ്പിച്ചെടുക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്കുകൾക്ക് അനുസൃതമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായിട്ട് വായിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ നിക്ഷേപപരമായിട്ടുള്ള ഏത് തീരുമാനം എടുക്കുന്ന സമയത്തും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ സഹായം തേടണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.